ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. എൻ്റെ അല്ല കേട്ടോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ ഇവളുടെ പേര് നിഹാൽ എന്നാണ്. എന്നാൽ ഞാൻ മോനിട്ടെന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവളുടെ ബർത്ത്ഡേ പ്രമാണിച്ചൊന്ന് കറങ്ങാൻ പോയി. എവിടെയാണ് പോയത്? ഞങ്ങൾ ലുലുവിൽ പോയി. അപ്പോൾ ലുലുവിൽ രാവിലെയൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചുറ്റിയാടുന്നു. ഞങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഫുഡ് കഴിച്ചതിൻ്റെ ഈ കിഴിപ്പൊറോട്ട തുറക്കുന്നതൊക്കെ നിങ്ങൾ ഓൾറെഡി ഷോട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവൾ ഒരു മലബാർ ദം ബിരിയാണി മേടിച്ചു, ഞാനൊരു കിഴിപ്പൊറോട്ട മേടിച്ചു. അടിപൊളിയായിരുന്നു. പക്ഷേ എരിവ് കാരണം ഒരു രക്ഷ ഉണ്ടായില്ല. അതിന് ശേഷം ഞങ്ങൾ രണ്ട് ഐസ്ക്രീം മേടിച്ചു. അവൾ കിവിയുടെ ഐസ്ക്രീം മേടിച്ചു, ഞാൻ റെഡ് വെൽവെറ്റിന് മേടിച്ചു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും പപ്പാതി ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്ത് കഴിച്ചു. അത് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞ് മേടിച്ചു. അതുപോലെ അവളുടെ ഒരു ചെറിയ കേക്ക് കട്ടിങ് ആയിട്ട് ഒരു റഷ്യൻ ഹണി കേക്കിൻ്റെ ഒരു പേസ്ട്രി മേടിച്ചു കൊടുത്തു. പിന്നെ ഈ 2 ജ്യൂസും കൂടെ മേടിച്ചു. ഷേക്കാട്ടോ അത്. ടെൻഡർ കോക്കനട്ടിൻ്റെ തന്നെ 2 ഫ്ലേവർ. അപ്പോൾ അത് മേടിച്ചു. പിന്നെ ഇതാണ് ഞാൻ വീട്ടിലേക്ക് മേടിച്ചത്. അവൾ മേടിച്ച ഡ്രീം കേക്കും ഞാൻ മേടിച്ച സൈനബാൻ്റെ മറ്റേ സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ റഷ്യൻ ഹണി കേക്ക് കട്ട് ചെയ്യുവാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ ഇതിന് മുന്നേ കുറച്ച് ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ടൊക്കെ പാടിയിട്ടൊക്കെ ഞങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്തായാലും അവളുടെ ഒരു ആഗ്രഹമായിരുന്നു അത് മേടിക്കണം എന്നുള്ളത്. അങ്ങനെ ആ ആഗ്രഹം കൂടെ ഒന്ന് സഹിച്ചു കൊടുത്തു ഞാൻ. പിന്നെ അവളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള വേറൊരു ആഗ്രഹമായിരുന്നു ഫോട്ടോ ബൂത്തിൽ പോയിട്ട് ഫോട്ടോ എടുക്കണമെന്ന്. അത് എൻ്റെയും കൂടെ ആഗ്രഹമായിരുന്നു. അത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് രണ്ടുപേരും കിട്ടിയിട്ടോ. മെട്രോയുടെ അടുത്ത് തന്നെയുള്ള ഫ്ലാഷ് ബൂത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. പിന്നീട് ഉണ്ടായ കഥ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പൂച്ചസാറിൻ്റെ എല്ലാവരും റീല് കണ്ടതെന്ന് തോന്നുന്നു. പൂച്ചേനെ നമ്മളെല്ലാവരും കൂടെ രക്ഷപ്പെടുത്തിയ ഒരു കാര്യം. അപ്പോൾ അന്ന് റെസ്ക്യൂ ചെയ്ത ദിവസമായിരുന്നു ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ മെട്രോ ഒരു 20 മിനിറ്റോളം അങ്ങാണ്ട് അവിടെ നിർത്തിയിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഉള്ളിലിങ്ങനെ ആവിയൊക്കെ എടുത്തിരുന്നുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഇങ്ങനെ അവളുടെ പപ്പേനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. ഞങ്ങളിങ്ങനെ പെട്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അന്ന് ആ സംഭവം എന്താണെന്ന് അറിഞ്ഞില്ലായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുത്ത ഫോട്ടോയൊക്കെ. അങ്ങനെ ഞങ്ങൾ മെട്രോയിലൊക്കെ തിരിച്ചു കയറി വന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ടാ.